ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുമയ്ക്കും കഫക്കെട്ടിനും അതുപോലെ തന്നെ ശ്വാസതടസ്സത്തിനുമെല്ലാം നല്ലൊരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2013 ഒരു പഠനം അനുസരിച്ച് ജിഞ്ചറോൾ എന്ന ഇഞ്ചിയിൽ അടങ്ങിയ ഒരു രാസസംയുക്തത്തിന് ചുമ ഉൾപ്പെടുന്ന ആസ്മയുടെ ലക്ഷണങ്ങളെ പ്രേരിപ്പിക്കുന്ന ശ്വാസതടസ്സം തടയാനും കഴിയും. അപ്പോൾ ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ, അതെല്ലാം നമുക്കറിയാം. ഇഞ്ചിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ പ്രതിരോധശേഷി കൂട്ടാനും എല്ലാം നമുക്കറിയാം ഇഞ്ചിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടല്ലേ. അപ്പം ഇഞ്ചിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഇത് ചുമയ്ക്കും അതുപോലെ തന്നെ ആസ്മ, ശ്വാസതടസ്സം എന്നിവയ്ക്കെല്ലാം നല്ലൊരു മരുന്ന് എന്നാണ് 2013 പഠനം പറയുന്നത്. അപ്പം ഇഞ്ചിയോടൊപ്പം എന്തെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കഫക്കെട്ടിനും ചുമയ്ക്കനും നല്ല മരുന്നാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി, തേന്, അതുപോലെ തന്നെ കുരുമുളകും തേനും എല്ലാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. ഇഞ്ചി നല്ലോണം ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് നല്ലോണം പിഴിഞ്ഞെടുക്കുക ഒരു പാത്രത്തിൽ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേൻ മതി. മധുരം ഓവറായാൽ നമുക്കത് കുടിക്കാൻ ഒരു സുഖമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് തേനും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് ഒരാഴ്ച നിങ്ങൾ തുടർച്ചയായി കഴിച്ചു നോക്കൂ. നിങ്ങളുടെ ചുമയും കഫക്കെട്ടും എല്ലാം പമ്പ കിടക്കും. അത്രയും നല്ലൊരു മരുന്ന്. ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു നോക്കൂ. നിങ്ങളുടെ ചുമയും അതുപോലെ തന്നെ കഫക്കെട്ടും മാറിനെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി പ്രസ് ചെയ്താൽ ഞാനിനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം വീണ്ടും നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.